തന്നെ ഇറാൻ വധിച്ചാൽ അവരെ ഇല്ലാതാക്കാൻ തൻ്റെ ഉപദേഷ്ടാക്കൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ചൊവ്വാഴ്ച മാധ്യമങ്ങളോട് പറഞ്ഞത്. അവർ അങ്ങനെ ചെയ്താൽ അവരെ ഇല്ലാതാക്കും. ഇറാനിൽ പരമാവധി സമ്മർദ്ദം ചെലുത്താൻ US സർക്കാരിനോട് ആവശ്യപ്പെടുന്ന ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഒപ്പുവെച്ചുകൊണ്ട് ട്രംപ് മാധ്യമപ്രവർത്തകരുമായി നടത്തിയ ആശയവിനിമയത്തിൽ സൂചിപ്പിക്കുകയും ചെയ്തു. അവർ അങ്ങനെ ചെയ്താൽ ഞാൻ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്, അവരെ ഇല്ലാതാക്കപ്പെടും, ഒന്നും അവശേഷിക്കില്ല. ട്രംപ് കൊല്ലപ്പെട്ടാൽ വൈസ് പ്രസിഡന്റ് JD വാൾസ് പ്രസിഡന്റാകും. മുൻഗാമി നൽകിയ നിർദ്ദേശങ്ങളൊന്നും പാലിക്കേണ്ടതില്ല. ട്രംപിനും മറ്റ് ഭരണകൂട ഉദ്യോഗസ്ഥർക്കുമെതിരെ ഇറാനിയൻ ഭീഷണികൾ ഫെഡറൽ അധികാരികൾക്ക് വർഷങ്ങളായി നിരീക്ഷിച്ചു വരികയാണ്. ഇറാനിയൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ ഖുദ്സ് ഫോഴ്സിനെ നയിക്കുന്ന ഖാസിം സുലൈമാനിയെ 2020 വധിക്കാൻ ട്രംപ് ഉത്തരവിടുകയും ചെയ്തിരുന്നു. ജൂലൈയിൽ പെൻസിൽവാനിയയിൽ നടന്ന പ്രചരണ റാലിയിൽ ട്രംപിന് വെടിയേറ്റതിന് ദിവസങ്ങൾക്ക് മുമ്പ് ഇറാനിൽ നിന്നുള്ള ഒരു ഭീഷണി കൂടുതൽ സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ ആ കൊലപാതക ശ്രമവുമായി ഇറാന് യാതൊരു ബന്ധവുമില്ലെന്ന് തങ്ങൾ വിശ്വസിക്കുന്നില്ലെന്ന് അന്നത്തെ ഉദ്യോഗസ്ഥർ പറയുകയും ചെയ്തു. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് മുമ്പ് ട്രംപിനെ കൊല്ലാനുള്ള ഇറാനിയൻ ഗൂഢാലോചന പരാജയപ്പെടുത്തിയതായി നവംബറിൽ നീതിന്യായ വകുപ്പ് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ട്രംപിനെ നിരീക്ഷിക്കുന്നതിലും ഒടുവിൽ വധിക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സെപ്റ്റംബറിൽ 51-കാരനായ ഫർഹാദ് ഷക്കേരിയോട് ഇറാനിയൻ ഉദ്യോഗസ്ഥർ നിർദ്ദേശിച്ചതായി വകുപ്പ് ആരോപിച്ചിരുന്നു. ഇറാനിയൻ ഷക്കേരി ഇപ്പോഴും ഒളിവിലാണ്. ഇന്ന് ഇറാനിയൻ ഉദ്യോഗസ്ഥർ ആരോപണം തള്ളിക്കളഞ്ഞു. വിദേശകാര്യ മന്ത്രിയായ വക്താവ് ഇസ്മായിൽ ബഗായി റിപ്പോർട്ട് ഇറാൻ US ബന്ധം കൂടുതൽ സങ്കീർണമാക്കാൻ ഇസ്രായേൽ ബന്ധമുള്ള വൃത്തങ്ങളെ ഗൂഢാലോചനയ്ക്കായി വിളിച്ചിരുന്നുവെന്നും ആരോപിക്കുന്നു. ഇറാനിയൻ സർക്കാരിന്റെ സ്വത്താണെന്നും കവർച്ചയ്ക്ക് അമേരിക്കൻ ജയിലുകളും കഴിഞ്ഞിരുന്നതായും നിരീക്ഷണത്തിനും കൊലപാതക പദ്ധതികൾക്കുമായി ടെഹ്റാൻ ചേർത്ത ക്രിമിനൽ കൂട്ടാളികളുമായി ഒരു ശൃംഖല നിലനിർത്തുന്നതായും അധികൃതർ പറയുന്നതായി ആരോപണ വിധേയനായ ഷക്കേരി ട്രംപിനെ കൊല്ലാനുള്ള പദ്ധതിയെക്കുറിച്ച് അന്വേഷകരോട് പറഞ്ഞതായി പരാതിയിൽ പറയുന്നുണ്ട്. ഇറാനിലെ പാരാമിലിറ്ററി റവല്യൂഷണറി ഗാർഡിലെ ഒരു കോൺട്രാക്ട് കഴിഞ്ഞ സെപ്റ്റംബറിൽ താൻ ചെയ്യുന്ന മറ്റ് ജോലികൾ മാറ്റിവെച്ച് 7 ദിവസത്തിനുള്ളിൽ ട്രംപിനെ നിരീക്ഷിച്ച് കൊല്ലാൻ ഒരു പദ്ധതി തയ്യാറാക്കാൻ തന്നോട് നിർദ്ദേശിച്ചതായി ഇറാനിൽ താമസിക്കുന്ന അഫ്ഗാൻ പൗരനായ ഷക്കേരി പ്രമുഖ മാധ്യമങ്ങളോട് പറഞ്ഞതായി റിപ്പോർട്ടുകളുണ്ട്.